സേനാപതി വേണു, താങ്കൾ ആ ആത്മഹത്യാക്കുറിപ്പ് കണ്ണീര് കൊണ്ട് രക്തം കൊണ്ട് NM വിജയൻ എഴുതിയ കത്ത് വായിച്ചിട്ടുണ്ടാകുമെന്നാണ് വിചാരിക്കുന്നത്. KSUക്കാരനായി തുടങ്ങി DCC ട്രഷററായി ഏതാണ്ട് 50 വർഷക്കാലം പ്രവർത്തിച്ച ഒരു മനുഷ്യൻ താൻ അകപ്പെട്ടിരിക്കുന്ന കുരുക്കിനെക്കുറിച്ച് കൃത്യമായി KPCC നേതൃത്വത്തിന്, KPCC അധ്യക്ഷന്, പ്രതിപക്ഷ നേതാവിന്, അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് എല്ലാം കത്തയച്ചിരുന്നു. നിങ്ങളൊരു വിരലനക്കിയില്ല ആ മനുഷ്യൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. നിങ്ങൾക്ക് അധികാരമുള്ള IC ബാലകൃഷ്ണനെയും അതുപോലെ മറ്റുള്ളവരെയും സംരക്ഷിക്കാനുള്ള വെമ്പലായിരുന്നു. ഈ മനുഷ്യൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങൾ തീരെ അവഗണിച്ചു. അദ്ദേഹത്തിൻ്റെ മകനെ കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സംഘത്തിൽ നിന്ന് പുറത്താക്കി. ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണോ സേനാപതി നിങ്ങൾ ചെയ്തിട്ടുള്ളത്? KPCC പ്രസിഡന്റ് ഇന്നലെ വളരെ സുവ്യക്തമായ ഒരു അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. ഇതിൽ ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവർക്കെതിരെ അദ്ദേഹം പറഞ്ഞത് ഏത് കൊലകൊമ്പനാണെങ്കിലും അക്കാര്യത്തിൽ നടപടികൾ ഉണ്ടാകും എന്നുള്ളതാണ്. ഞാൻ ഈ കാര്യത്തിൽ വ്യക്തിപരമായ ഒരു അഭിപ്രായം കൂടി കൂടുതലായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ഏതെങ്കിലും വ്യക്തികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ആളുകൾ ഒരു പ്രത്യേകിച്ച് കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പേരിൽ അത് ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ശ്രീ വിജയനെ പോലുള്ള തലമുതിർന്ന ഒരു നേതാവിനെ എന്താ പറയുക കരുവാക്കിക്കൊണ്ട് ആരെങ്കിലും സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്കെതിരെ അതിശക്തമായ നടപടി അത് ഗവൺമെന്റ് എന്താ പറയുക നിയമ സംവിധാനത്തിലെടുക്കും. അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയും ഈ കാര്യത്തിൽ വളരെ കൃത്യമായ നടപടികൾ എടുക്കും എന്നുള്ള കാര്യം KPCC പ്രസിഡന്റും ബഹുമാന്യായ പ്രതിപക്ഷ നേതാവും കൃത്യമായി സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ വ്യക്തിപരമായിട്ട് ഇതിനകത്ത് KPCC വക്താവ് എന്ന നിലയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ പ്രസ്ഥാനത്തിന്റെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നടത്തിയിട്ടുണ്ട് എങ്കിൽ അവർ ഒരു കാരണവശാലും അവരുടെ സ്ഥാനം കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവില്ല. അത് KPCC പ്രസിഡന്റിന്റെ വാക്കുകളാണ്. ശ്രീ വിജയൻ ചേട്ടനെ പോലെ ഇത്ര തലമുതിർന്ന ഒരു നേതാവിന് അങ്ങനെ ഏതെങ്കിലും രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാര് അത് എക്സാകട്ടെ വൈയാകട്ടെ ആരുമാകട്ടെ അവര് ഇനി ഒരു അവരുടെ ഈ പദവിയിൽ ഉണ്ടാവില്ല എന്നുള്ളത് KPCC പ്രസിഡന്റ് സുവ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അത് വീണ്ടും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോ IC ബാലകൃഷ്ണൻ ഇന്നലെ ഒരു പ്രസ്താവന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും, അല്ലെങ്കിൽ പ്രേക്ഷകർ കേട്ടിട്ടുണ്ടാകും. ഈ കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം നടക്കണം. 10 ദിവസത്തിന് ശേഷം പുറത്തു വന്നിരിക്കുന്ന ഈ കത്തിൽ എന്തെങ്കിലും ദുരൂഹത, ഞാനിപ്പോ അതിനെക്കുറിച്ച് അതിന്റെ ദുരൂഹതയോ അല്ലെങ്കിൽ അതിന്റെ ജെനുവിനിറ്റിയെ കുറിച്ച് പറയാൻ ഞാനാവില്ല. കാരണം നമ്മൾ ആരും ഇത് പരിശോധിച്ചിട്ടില്ല. അത് പരിശോധിക്കട്ടെ. ഈ പരിശോധന ആരെങ്കിലും ഇതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്, ദോസ് ഹു ആർ ഇൻവോൾവ്ഡ് ഇൻ ദിസ് ഹീനസ് ക്രൈം അല്ലെങ്കിൽ ബിഹൈൻഡ് ദിസ് ആരെങ്കിലും ഒരു അവരെ പാർട്ടി സംരക്ഷിച്ചില്ല. അങ്ങ് സൂചിപ്പിച്ചതുപോലെ വിജയനെ പോലെ തലമുതിർന്ന ഒരു ആദർശ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായ ഒരാള് അദ്ദേഹത്തിന് ഒരു ദുരനുഭവം ഈ രീതിയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാരും സേനാപതി വേണു, ഇതൊക്കെ മാധ്യമങ്ങളിൽ കൂടി പറയാൻ നല്ലതാണ്. ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് നിങ്ങളോടൊരു സിമ്പതി ചിലപ്പോൾ തോന്നും. പക്ഷേ എത്ര നാൾ മുമ്പ് NM വിജയൻ ഈ വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു? KPCC അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞത് ആ കത്തെൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞാനത് തുറന്നു നോക്കിയിട്ടില്ല എന്നാണ്. ഇദ്ദേഹം നേരിട്ട് പോയി KPCC അധ്യക്ഷന് കത്ത് കൊടുത്തിരുന്നു. അതിനുശേഷം NM വിജയൻ്റെ മരണത്തിന് ശേഷം നിങ്ങളുടെ നേതാക്കൾ പറയുന്നത് എന്താണ്? രമേശ് ചെന്നിത്തല പറഞ്ഞത് എന്താണ്? VD സതീശൻ അടക്കമുള്ളവർ ഈ കാര്യത്തിൽ IC ബാലകൃഷ്ണനെ പിന്തുണയ്ക്കുകയല്ലേ ചെയ്യുന്നത്? എന്ത് മനസാക്ഷിയാണ് താങ്കളുടെ വാക്കുകൾക്കുള്ളത്? എന്ത് ആത്മാർത്ഥതയാണ് താങ്കളുടെ വാക്കുകൾക്കുള്ളത് സേനാപതി? അതിനകത്ത് ഒരാളും IC ബാലകൃഷ്ണനെ പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ MD അപ്പച്ചനെ പിന്തുണയ്ക്കുകയോ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഈ കാര്യത്തെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം ഉണ്ടാകണമെന്നാണ് പറഞ്ഞത്. KPCC പ്രസിഡന്റ് ആ കത്തിനെ കുറിച്ച് എന്നാണ് അദ്ദേഹത്തിന് കത്ത് കിട്ടിയത് എന്നൊക്കെ അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും അതിന്റെ നടപടികൾ ആ കാര്യത്തിൽ ചെയ്യാനുള്ള ഒരു ഘട്ടത്തിലേക്കാണ് നിന്നത്. ആ ഘട്ടത്തിൽ ദുരന്തം അല്ലെങ്കിൽ ദുരനുഭവം ഉണ്ടായി എന്നുള്ളത് ശരിയാണ്. ഏതായാലും അതിന്റെ എന്താ പറയുക പരിഹാര മാർഗങ്ങൾ അത് കോൺഗ്രസ് പാർട്ടി ചെയ്യും എന്നുള്ളതാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഒരു കുറ്റവാളിയെ സംരക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യത്തിൽ ഒരു സംഭവമില്ല. ആ കാര്യം ഞാൻ KPCC